പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സ്പീരിയൻസും എക്സ്പെരിമെൻറ്റും എന്നതാണ് ഒന്ന് നമുക്ക് മനസ്സിലാക്കുക. എന്താണ് എക്സ്പീരിയൻസ്, എന്താണ് എക്സ്പെരിമെൻ്റ്? ഇന്നല്ല എന്നും പല ഷോപ്പുകൾ, അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പുകൾ, ഇതെല്ലാം പല സ്ഥലങ്ങളിലും, നമ്മളെ മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും പല ചെറുപ്പക്കാർ കൂടി തുടങ്ങുകയും അതുപോലെ തന്നെ അടച്ചുപൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഇവരെ ഫണ്ട് ഇറക്കുന്നത് കൂടുതലും ഇവരെ കുടുംബങ്ങളായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കും. ഈ ഫണ്ട് ഇറക്കിയ ആ എമൗണ്ട് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരുമാനം കിട്ടുമ്പോൾ തന്നെ ഏകദേശം ആ ഷോപ്പ് അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കോട്ടക്കൽ തന്നെ ഒരാൾ പറയുന്നത് 10-20 ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു പഠനത്തിന് വിധേയമാക്കിയതാണ്. ഞാൻ എന്തെന്ന് പറഞ്ഞാൽ അതിൽ പരാജയപ്പെടാൻ ഒരു പ്രധാന കാരണം ആ തുടങ്ങുന്ന വ്യക്തികൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു അമൂല്യനിധിയാണ് എക്സ്പീരിയൻസ്. ലോകത്തെ ഏറ്റവും വലിയ കരാട്ട വിദഗ്ധനായിട്ടുള്ള ബ്രൂസ്ലിയുടെ വലിയൊരു കോട്ടുണ്ട്. അതിങ്ങനെയാണത്: 1000 അഭ്യാസങ്ങൾ പഠിച്ച വ്യക്തിയെ എനിക്ക് പേടിയില്ല, ഒരു അഭ്യാസം 1000 തവണ പ്രാക്ടീസ് ചെയ്ത ആളെനിക്ക് പേടിയാണ്. കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1000 അഭ്യാസങ്ങളെ പഠിച്ച ഒരു അഭ്യാസി എനിക്ക് പേടിയില്ല, ഒരു അഭ്യാസം 1000 തവണ പ്രാക്ടീസ് ചെയ്ത ആളെ എനിക്ക് പേടിയാണ്. ഇത് പറയുന്നത് സാധാരണക്കാരനായ ലോകത്തെ ഏറ്റവും വലിയ കരാട്ട വിദഗ്ധൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് ബ്രൂസ്ലി നമുക്കറിയാലോ, ലോക ചരിത്രത്തിൽ വിസ്മയിപ്പിച്ച ഒരു മഹാപ്രതിഭയാണ്. അപ്പോൾ അത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് എക്സ്പീരിയൻസിനുള്ളത്. എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു ബ്രെഡോ അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, അത് തുടങ്ങിയ വ്യക്തി വീണ്ടും അതന്നെ തുടങ്ങുന്ന സംഭവം അതൊരു എക്സ്പെരിമെൻ്റ് അല്ല. ഒരു പുതിയ സംഭവം അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് തുടങ്ങുമ്പോഴാണ് അതൊരു എക്സ്പെരിമെൻ്റായി വരുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. കേരളത്തിൽ തന്നെ മാതൃകയാക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്, പഠിക്കേണ്ട വ്യക്തിയാണത്. PC മുസ്തഫ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വയനാട് ജില്ലയിൽ നിന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് ഇന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച ID എന്ന ഒരു ബ്രാൻഡിലാണ് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയത്. ഈ പ്രൊഡക്റ്റ് സാധാരണ നമുക്കൊരു ഫുഡിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് എല്ലായിടത്തും കിട്ടുന്ന പ്രൊഡക്റ്റാണത്. ഈ